എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അബോറിലാണ്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ഈ റിലയൻസിൻ്റെ പമ്പിൽ അകത്ത് അവിടെയിട്ടാണ് വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങിയത്. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകണ്ടേ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ടത്. അപ്പം രാവിലെ ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ 2 തമിഴ്നാട് വണ്ടി ഇവിടെ ലോഡ് കയറ്റാനായിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പം കിന്നു കയറ്റാനായിട്ട് വന്നതായിരിക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പം ലോഡ് കയറ്റേണ്ട പ്ലാന്റിലേക്ക് പോകണം. തമിഴ്നാട് വണ്ടിയിലെ അണ്ണന്മാരെ രാവിലെ അതിൽ കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അവർ രാവിലെ ചോറും സാമ്പാറോ രസമൊക്കെ വെക്കുമായിരിക്കും. അവരെല്ലാം ഫുഡ് വെച്ച് കഴിക്കുക തന്നെയാണ്, കടയിൽ നിന്ന് കഴിക്കുന്നവർ കുറവാണ്. ഇവിടെ വേറൊരു വണ്ടി കിടപ്പില്ലായിരുന്നു മുമ്പേ, ഒരു പഞ്ചാബ് വണ്ടി. അത് പോയി. രാവിലെ ഒരു പച്ചക്കറി വണ്ടി ഇതിലേ വന്നായിരുന്നു. അതെന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് അദ്ദേഹം പോയത്. ചായയെ തണുപ്പാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കും, ഇങ്ങോട്ട് ഇറങ്ങിയേ ഇല്ല. അവൻ ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അവൻ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കാൻ റെഡിയായിട്ട് അതിനകത്തിരിക്കുക. അപ്പോൾ ഇന്ന് നൂഡിൽസാണ് കാര്യം. നമ്മുടെ ചോറൊക്കെ ഇരിപ്പുണ്ട് നല്ല തണുത്ത് മരിച്ച്, അതിന് ഉച്ചയ്ക്ക് ചൂടാക്കി നമുക്ക് കഴിക്കാം. രാവിലെ മില്ലറ്റ്സ് നൂഡിൽസാണ് ഇന്ന്, വെറൈറ്റി നൂഡിൽസാണ് കേട്ടോ. ലേഡി ഡ്രൈവർ വരുന്നു, അമ്മയും കുഞ്ഞും കൂടെ പോകുന്നേ. പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നോ ലേഡി ഡ്രൈവറെ? അതെ അതെ, തണുത്ത് മരിച്ചിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഇന്നും സൂര്യനൊന്നും ഇല്ല. അമ്മേനെ 1 മണിയായി കാണൂലേ? ഒന്നൊക്കെ കഴിഞ്ഞ് കാണും. 2 മണിയായി. 2 മണിയായോ? സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്ന നമ്മുടെ നാട്ടുകാർ രാവിലെ വന്നായിരുന്നു. അവർ പാലും ചിക്കനും ഒക്കെ മേടിച്ചോണ്ടാണ് വന്നത്. അപ്പോൾ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവർ തോട്ടത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചിക്കൻ കറി റെഡിയാക്കുക. മട്ടനാണ് തീർന്നില്ലായിരുന്നു. മട്ടൻ കറി തീർന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ചിക്കൻ കൂട്ടി കഴിക്കാം അല്ലേ? ചിക്കൻ കൂട്ടി കഴിക്കാം. അല്ല, മട്ടനൊന്നുമേ ഇരുന്നാലും കേടാകല്ലോ, ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കല്ലേ. അവിടെ ഇരുന്നോളൂ, ഒരാഴ്ച വേണേലും. അതെ, അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും അങ്ങനെ ഈ കുക്കിങ് കാണിച്ച് ബോറടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ. ഇന്നത്തെ കഞ്ഞിയൊക്കെ വിസിലൊക്കെ വന്ന് താത്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഇളക്കമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അടി പിടിക്കാതെ. മേളിൽ കൂടെ നോക്കി അടി പിടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും? അതൊക്കെ ഇടയ്ക്ക് നോക്കിയാൽ മതി. ഞാൻ നോക്കാം, പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ കരിയാതെ നോക്കിക്കണം. അതെങ്ങനെ നോക്കുന്നത്? ഇങ്ങനെ അതല്ലേ ചോദിച്ചാൽ ഇളക്കണോന്ന് ചോദിച്ചേ. ഉണ്ടോ ലേഡി ഡ്രൈവർ ലോഡൊക്കെ കയറ്റി വരുന്നുണ്ട്, കണ്ടോ? വെൽക്കം. അതെ, രാത്രി വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, സേഫ് അല്ല എന്നൊക്കെ ആയതുകൊണ്ടല്ലേ? അല്ല, മഞ്ഞൊക്കെ ആയതുകൊണ്ടല്ല, ഒരു സ്ത്രീ ആയതുകൊണ്ട്. മഞ്ഞ ഓടിക്കുന്നു, മഞ്ഞായിട്ട് തന്നെ ബന്ധം. ചോറും ചിക്കൻ കറിയും അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചേക്കാം. അവരെപ്പോ വരും ചോറിനാന്? അവര് കുറച്ചുകൂടെ കഴിയുമെന്നാ പറഞ്ഞ, നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. നമുക്ക് കഴിക്കാം. എനിക്ക് കുറച്ച് ചോറ് മതി കേട്ടോ. കുറച്ച് മതി. കുറച്ച് മതിയോ? അല്ലെങ്കിലും കുറച്ച് കഴിച്ചാൽ മതി, വലിയ വിശപ്പൊന്നും ഇല്ലല്ലോ തണുപ്പായതുകൊണ്ട്. അതെ, അച്ചാറൊക്കെ എന്നതിനാ, അതെല്ലാം ഉറങ്ങിയിരിക്കല്ലേ. പക്ഷെ അച്ചാറിന്റെ നല്ലെണ്ണ ആയതുകൊണ്ടാണ് എന്തോ ഇത് മാത്രം അത്ര ഉറങ്ങിയിട്ടില്ല അങ്ങോട്ട്. ഇല്ലേ? പറഞ്ഞാൽ ഇവന് റൊട്ടി വേണ്ടായിരുന്നു ഇന്ന്. അവൻ ഇന്നലെ ഇന്നൊന്നും റൊട്ടി വേണ്ട. റൊട്ടി മേടിക്കണേ ഇനി. റൊട്ടി ഇല്ലാത്തടത്തല്ലേ നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. അവനെ രാവിലെ ഞാൻ നൂഡിൽസ് കൊടുത്താ, അപ്പോൾ അവന് വേണ്ട, അവന് വലിയ വിശപ്പൊന്നുമില്ല. ഇപ്പം അവന് ചിക്കനും ചോറും കൂടി ഇട്ട് പുരട്ടി കൊടുത്തിട്ട് അവന് ചിക്കൻ മാത്രം മതി, ചോറ് വേണ്ട. ചോറ് വേണ്ട. കണ്ടോ, നിനക്ക് വലിയ വിശപ്പൊന്നും ഇല്ലല്ലേ? അല്ല, ഇവന് വലിയ വിശപ്പൊന്നും ഇല്ലെന്ന്. വിശപ്പില്ല, അതുകൊണ്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത വാട്ടിക്കൊക്കെ എന്നാ വിശപ്പായിരുന്നു. നൂഡിൽസും ബിസ്ക്കറ്റും എല്ലാം തിന്നു. തപ്പി നോക്കുക, കണ്ടോ? ചോറും കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് തണുപ്പ് കാരണം വണ്ടിക്കകത്ത് ചുരുണ്ട് കൂടിയിരിക്കുക. കുറച്ച് നേരം ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് ഹീറ്ററൊക്കെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ ആ ചൂടൊക്കെ അങ്ങോട്ട് പോയി. ഒരു കുറച്ച് അകലം കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം തന്നെ നല്ല തണുപ്പായി. ഇന്നലത്തെക്കാട്ടി മഞ്ഞ ഇന്ന്. അതെ അതെ, ഇന്നലെ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ ഒന്നും ഇത്രയും മഞ്ഞില്ലായിരുന്നല്ലേ? സമയം 5 മണിയായോ? അല്ല, സൂര്യപ്രകാശം കണ്ടിട്ട് എത്ര ദിവസമായല്ലേ? അതെ അതെ, ശകലം ചൂടടിച്ചിട്ട്. ഇന്നലെ ഇടയ്ക്കൊരു 10 മിനിറ്റ് നേരത്തേനോടൊന്ന് ചെറിയ വെട്ടം പോലെ ഒന്ന് വന്നു, അന്നേരം തന്നെ അത് പോയി. അപ്പം ഇന്നും നമുക്ക് ലോഡാകത്തില്ല. അപ്പം ഇന്നലെ അവർ പറഞ്ഞായിരുന്നു മിക്കവാറും നാളെ ലോഡാവുള്ളൂ എന്ന്.
അപ്പം ഇനി നാളെ വരെ വെയിറ്റ് ചെയ്യണം അല്ലേ തണുപ്പ് പിടിച്ച്. നാളെയെങ്കിലും ആയാൽ മതിയായിരുന്നു. അത് മതിയായിരുന്നു. നാളെ ആവും, നാളെ പാതിരായിക്ക് എപ്പോഴേലും ആയിരിക്കും. അതെ, എപ്പോഴാ ലോഡ് കയറ്റി കഴിയുന്നതെന്ന് പറയാൻ പറ്റിയല്ല. നമ്മൾ ആപ്പിള് കയറ്റിക്കൊണ്ട് പോയ പോലെ. അതെ അതെ അതെ. അല്ല, ആപ്പിള് കയറ്റിയപ്പോൾ അന്ന് അവിടെ മഴയായിരുന്നു, ഇന്നിവിടെ മഞ്ഞ്. പക്ഷേ ഇതെന്നാന്നറിയോ, ഇതിൻ്റെ ട്രേ ഉണ്ടല്ലോ, ട്രേ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അതിൽ പാക്ക് ചെയ്ത് കയറ്റണം. അപ്പം പിന്നെ നാളെ രാത്രിയാവും, രാത്രി ആവുമായിരിക്കും. ആ കാണുന്ന തമിഴ്നാട് വണ്ടിയിൽ 2 മലയാളികളാണുള്ളത്, കൊല്ലംകാരാണ്. അപ്പോൾ അവർ വന്ന് സംസാരിച്ചായിരുന്നു, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിട്ടാണ് പോയത്. അതിലൊരാളെ നമ്മൾ 2ാമത്തെ ട്രിപ്പ് കാശ്മീർ പോയി വഴിയിൽ കുറേ ദിവസം കിടന്നില്ലായിരുന്നു, അപ്പോൾ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളെ. അതെ, ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്കും പെട്ടെന്ന് മനസ്സിലായി. കണ്ടപ്പോഴൊരു കണ്ടുപിടിച്ചതും തോന്നിയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വൈകിട്ട് കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്നു. അപ്പം രാവിലെ എണീറ്റതേ ഉള്ളൂ. രാവിലെ എന്ന് പറഞ്ഞാൽ അത് 10 മണി ആകാറായി. എന്തൊരു തണുപ്പാണ് നോക്കിയേ, ഗ്ലാസ്സിലോട്ടൊക്കെ നോക്കിയേ, മഞ്ഞ് പിടിച്ചിരിക്കുന്നത്. ഇന്നലത്തെക്കാളിൽ ഇന്ന് തണുപ്പിച്ചിരി കുറയുമെന്ന് വിചാരിച്ചാൽ ഇന്നും തണുപ്പൊന്നും കുറയുന്ന ലക്ഷണമില്ല. നല്ല തണുപ്പാണ്, ഓരോ ദിവസം തണുപ്പ് കൂടി വരിക അല്ലേ. മഞ്ഞിനൊന്നും ഒരു കുറവുമില്ല. വെളിയിലോട്ട് നോക്കി. ഇന്നത്തെ കാര്യം എങ്ങനെയാണോ ഇനി? ഇന്നിപ്പം ലോഡ് കയറ്റാന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഇവിടുന്ന് ട്രൈ എടുത്തോണ്ട് പോയത്, പക്ഷേ ഇന്നലെ ആയില്ല. ഇന്ന് ഇവിടുന്ന് ട്രൈ എടുത്തോണ്ട് പോയി ഇന്ന് ലോഡ് കയറ്റി വിടുമെന്ന് പറയുന്നു. എന്നാണേലും ഇന്ന് ലോഡായാലും ഒരു പാതിരാത്രിയാണ് നമ്മൾ. അതെ 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 അതെ. വൈകുന്നേരത്തെ കാര്യം ഇനി തണുപ്പാകുമ്പോഴത്തേനും രാവിലത്തെക്കാട്ട് തണുപ്പാ വൈകിട്ട്. ഈ കമ്പിളിയും കൂടെ മേടിച്ച് വെക്കാലും രക്ഷപ്പെട്ടു. അവനെ ജായിക്ക്. കമ്പിളിയെ കുറിച്ചൊന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് കമ്പിളി? അടിപൊളിയാണോ? പിന്നെ അവൻ ഇതിനകത്തോട്ട് മൂടി പോച്ച കിടക്കുന്നത്. വെളിയിലോട്ട് നല്ല മഞ്ഞ കേട്ടോ, ഇന്നലത്തെ കാട്ടി മഞ്ഞ. 10 മണിയായിട്ട് പിന്നെ അന്തരീക്ഷത്തിലെ അവസ്ഥ ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ എല്ലാവരും പണിക്കാരും ഒക്കെ പണിയൊക്കെ കുറവ്, 3-4 മണിക്കൂറേ പണി നടക്കുകയുള്ളൂ. ആദ്യമേ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് പല്ല് തേച്ചത്. അതിന് ചൂടുവെള്ളം തിളപ്പിച്ച പച്ചവെള്ളം തിളപ്പിച്ച? പച്ചവെള്ളം നല്ല രസമാണ് വായിലോട്ട് കൊള്ളാൻ. അല്ലെന്ന് പച്ചവെള്ളം ചൂടാക്കിയാൽ പോരായിരുന്നു, ചൂടുവെള്ളം എന്തിനാ തിളപ്പിച്ചേ? ചൂടുവെള്ളം ശരിയാ, പച്ചവെള്ളമാണ് ഞാൻ ചൂടാക്കി കേട്ടോ. അല്ലാതെ ഇത് മുഖത്തോട്ടൊന്നും ഒഴിക്കാൻ വയ്യ, വായിക്കാത്തോട്ടൊന്നും. കടിച്ചായ വേണോ ചായ വേണോ? ഇന്നലത്തെ പാല് കാച്ചിയതൊക്കെ ഇരിപ്പുണ്ട്. പിരിഞ്ഞു പോയോന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിരിഞ്ഞു പോയില്ലെങ്കിൽ ചായ ഇട്ട് തരാം. എന്നാൽ ചായ വെച്ചോ. രാവിലെ ഇപ്പം ടെമ്പറേച്ചർ സമയം 10:30 8 ഉള്ളൂ ടെമ്പറേച്ചർ. 8 വെളുപ്പിനെ 4 4ഉം 3ഉം ഒക്കെ ഉള്ളു 3-4 ദിവസമായിട്ട്. അതെ, സൂര്യനെ കാണാനുമില്ല. 2-3 ദിവസമായിട്ട് എന്നും വൈകിട്ട് ഫ്ലാസ്കിനകത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോഴേക്കാലും ചൂടുവെള്ളം കുടിക്കാം, കഞ്ചായ ഒന്നും കുടിച്ചില്ലെങ്കിലും. ഇന്നെല്ലാവർക്കും ബോൺവിറ്റ കേട്ടോ. ചായയും കടുങ്കാപ്പിയും കഞ്ചായ ഒന്നുമില്ല. എടുക്കാം. അങ്ങനല്ല കേട്ടോ ഇളക്കുന്നത്. ചേട്ടാ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, ഇങ്ങനെ. ഇന്നേ വെറൈറ്റിക്ക് നമുക്ക് ചീനിക്കിഴങ്ങ് പുഴുങ്ങിയേക്കാം. ചീനിക്കിഴങ്ങും മുളക് പൊട്ടിച്ചതും. ചീനിക്കിഴങ്ങിന് ഒരു കറിയും വേണ്ട, ചുമ്മാ കഴിച്ചാൽ മതി. മധുരമാണല്ലോ. ഇതിന്റെ തൊലിയൊക്കെ ചിരണ്ടി കളയണമെന്ന് തോന്നുന്നത്. വേണ്ട, തൊലി നമ്മൾ വെന്ത് കഴിഞ്ഞ് പൊളിച്ച് കളയാം. പൊളിച്ചാൽ മതിയോ? ഇതിന്റെ തൊലി ചിരണ്ടെന്നാ നല്ലതെന്ന് തോന്നുന്നു. പകുതി തൊലിയും പോയൊക്കെ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ തൊലി ചിരണ്ടി വെക്കാൻ പോവാം. ചിരണ്ടിക്കോ? ചീനിക്കിഴങ്ങൊക്കെ ചിരണ്ടി എടുത്തു. ഇത് നമ്മുടെ ചെണ്ടമുറിയൻ കപ്പ മുറിക്കുന്ന പോലെ ഒന്ന് മുറിച്ചിടാം, മുഴുത്ത ചീനിക്കിഴങ്ങ്. അതുകൊണ്ട് അപ്പോൾ ഇനി ഇത് കുക്കറിനകത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്തോളും. ഇപ്പോൾ കുക്കറിനകത്തോട്ട് വെച്ചാൽ നമുക്ക് 1-2 വിസിലൊക്കെ വെക്കാം. ശാല ഉപ്പും കൂടി ഇടണം. അപ്പം 2 വിസിൽ വന്നു. നമ്മൾ മെയിൻ ഡ്രൈവർ വാഷ്റൂമിൽ പോയതാണ്. അപ്പോൾ 2 വിസിൽ വരുമ്പോൾ നിർത്തിയേക്കാനാണ് പറഞ്ഞത്. അപ്പം നിർത്തിയേക്കാം. 2 വെന്തോ? പിന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇനി ഊറ്റിക്കളയാം. കറിയൊന്നും വേണ്ടല്ലോ, ഒരു കറിയും വേണ്ട. ഇത്രയൊക്കെ വെള്ളം പോയാൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ പെറുക്കി കഴിച്ചോ ചൂടോടെ. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എടുത്തോ. മധുരം ഉണ്ടോയെന്ന് അറിയത്തില്ല, നീ കഴിച്ചു നോക്കുമ്പോൾ അറിയാം മധുരക്കിഴങ്ങിന് മധുരം ഉണ്ടോയെന്ന്. മധുരം ഉണ്ടോയെന്ന് നോക്കി. മധുരക്കിഴങ്ങിന് മധുരം ഉണ്ടോയെന്ന് നോക്കട്ടെ. ഉണ്ടോ? നല്ലതാണോ? നല്ല സൂപ്പറാണോ? സൂപ്പർ. നാരങ്ങാച്ചാറും മധുരക്കിഴങ്ങും. നാരങ്ങാച്ചാറിൻ്റെ ആവശ്യമില്ല, ചുമ്മാ കഴിച്ചാൽ പോരെ. നല്ല വറ്റൽമുളക് പൊട്ടിക്കണം, നല്ല. പക്ഷേ തണുപ്പ് കാരണം ഒന്നും പൊട്ടിക്കുന്നില്ല.
ഇങ്ങനെ മധുരമുള്ളതുകൊണ്ട് ഇങ്ങനെ ചൂടോടെ എനിക്കൊന്നും വേണ്ട. വെട്ടി വിഴുങ്ങിയാൽ മതി. അതെ, ചുമ്മാ കഴിച്ചാൽ മതി. അച്ചാറിൻ്റെ പോലും ആവശ്യമില്ല. കുറേ ദിവസം കൂടി ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞു. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ചോറും കറിയൊക്കെ ചൂടാക്കി കഴിച്ചു. നോക്കി, സൂര്യനെ ഇങ്ങനെ കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു. വലിയ ചൂടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ആശ്വാസമുണ്ട്. തണുപ്പിന് ചെറിയ ആശ്വാസമുണ്ട്. അതെ അതെ, സൂര്യനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമേ. സമയം എന്നെ 5 മണിയായോ? സമയം 5 മണിയാറായി. ആ, ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ ലോഡ് കയറ്റാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. ഞങ്ങൾ മുമ്പേ ഒന്ന് വിളിച്ച് ചോദിച്ചാ അവര് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ ആവുന്നുള്ളെന്നാ പറയുന്നത്. ഇന്ന് എന്നാണെങ്കിലും ലോഡ് കയറ്റുമെന്നൊക്കെയാ പറയുന്നത്. 2 ദിവസമായി, ഇന്ന് 3ാമത്തെ ദിവസമാണ് ഇവിടെ വന്നിട്ട്. മൊത്തം ലോഡ് ഇറക്കിയിട്ട് ഇപ്പൊ ഇന്ന് 5ാമത്തെ ദിവസമാണ്. ലോഡ് ഇറക്കിയിട്ട് ലോഡിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 5ാമത്തെ ദിവസമാണ്. അല്ലേ, ലോഡ് കയറ്റാൻ ഇപ്പോൾ വിളിക്കുമെന്ന് ഓർത്തുകൊണ്ട് അടുക്കളയൊക്കെ അടച്ചു പൂട്ടി എല്ലാം അടുക്കി പെറുക്കി വെച്ചു. എപ്പോൾ വിളിച്ചാലും റെഡിയാണ് ഇവിടെ പോകാനായിട്ട്. ഇന്നലത്തെക്കാട്ടിലും തണുപ്പാണ്. കാര്യം ഒന്ന് ഉച്ചയ്ക്ക് ഒരു ശകലം സൂര്യനൊക്കെ വന്നായിരുന്നു. അപ്പം ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഇന്നലത്തെക്കാട്ടി തണുപ്പാണ്. ഇന്ന് നമ്മൾ ലോഡാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഇന്നും ലോഡായില്ല. ഇന്ന് ലോഡാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇന്നലെ വെച്ച ചോറും കറിയൊക്കെ ചൂടാക്കി ഇന്ന് കഴിച്ചു. അപ്പോൾ എല്ലാം തീർത്തു. ഇനിയിപ്പോൾ ഉണ്ടാക്കാനും അധികം സാധനമൊന്നും. അതുപോലെ ഈ തണുപ്പത്ത് എങ്ങനെ ഇറങ്ങിയിരുന്ന് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം അല്ലേ? 3-4 ദിവസമായി റൊട്ടി കഴിച്ചിട്ട്. റൊട്ടിക്കാരുടെ നാട്ടിൽ വന്ന് കിടന്നിട്ട് കഞ്ഞി കുടിച്ച് നമ്മുടെ ഊപ്പാട് റൊട്ടി കിട്ടുമോ കഴിഞ്ഞ അവിടെ കടയുണ്ട്. ചെല്ലുമ്പോൾ അറിയാം കട അടച്ചോ ഇല്ലയോ. 8 മണിയായി. ഈ വഴിക്ക് ഇങ്ങോട്ട് കടയൊന്നും ഇല്ലേ? നമ്മളിനി തിരിച്ചു പോകണോ യൂട്ടേൺ എടുത്ത്? ചിലപ്പോൾ അപ്പുറം പോകണം. അതിൻ്റെ മുന്നോട്ടുണ്ടോന്ന് അങ്ങോട്ട് കുറച്ച് പോയി നോക്കി അറിയാം. ഇവിടെ തിരിച്ചോ നമുക്ക് അപ്പുറത്തോട്ട് ബോർ റൂട്ടിൽ തന്നെ പോവാം. ഈ നാളെയും ഏത് സമയത്താവും? ഓരോ ദിവസം അങ്ങനെയാണല്ലോ നമുക്ക് പ്രതീക്ഷയാണല്ലോ. ഇപ്പം 5 ദിവസമായി അല്ലേ? ഇന്നാവും നാളെ ആവും എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നാണേലും ഇന്നാവുന്നായിരുന്നു ഒരു പ്രതീക്ഷ. അതായിരുന്നു ഓർത്തത്. ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴാ പണി വെറുതെ പോകുന്നത്. അതെ അതെ, എവിടെയെങ്കിലും കറങ്ങാനോ കാണാനോ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര മടുപ്പ് വരും. കുഴപ്പമില്ല. ഈ ഞങ്ങൾ വരും, ഇവരൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുമില്ലല്ലോ. മഞ്ഞും പിടിച്ച് എങ്ങോട്ട് പോകാനാ? അതാ വേറൊരു കാര്യം. മഞ്ഞ് നടക്കില്ല. ഇവിടെ ഇതേ ചെറിയൊരു ഡാബയുണ്ട്. ആ ഡാബയിലുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചാബി ഡാബയാ. നല്ല മഞ്ഞുണ്ടല്ലേ? ലൈറ്റ് വെട്ടത്തിലെ മഞ്ഞ അറിയത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അവിടുന്ന് തവാ റൊട്ടിയും അണ്ടാബുർജിയും പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ചെല്ലുമ്പോഴത്തേനും റെഡി ആയിരിക്കും. ഇവിടുന്ന് യൂട്ടേൺ എടുക്കണം. ഇവിടെ യൂട്ടേൺ ഉള്ളൂ. മഞ്ഞ് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നുണ്ട്. എന്നൊക്കെയാ മേടിച്ചേ? റൊട്ടി, തവാ റൊട്ടി, ആ, ഒരു ദാൽ ഫ്രൈ, ആ, അണ്ടാബുർജി. ആ, ഏക്കാലും 3-4 ദിവസം കൂടി ചായക്ക് സന്തോഷമായി. റൊട്ടി കിട്ടി. അതെ അതെ, റൊട്ടി കിട്ടിയോണ്ട്. അല്ല 2-3 ദിവസമായിട്ട് ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്. ചോറ്, വൈകിട്ട് ചോറ്. നമ്മൾ കട ഇല്ലാത്തടത്ത് കൊണ്ട് വണ്ടി നിർത്തി. അതാണ് നമ്മള്. അതെ, അതെ. ഇവിടെ ആ തോട്ടത്തിലോട്ട് ആ, അത് ശരിയാണല്ലോ. ഇപ്പം നമ്മുടെ പമ്പിൻ്റെ അടുത്ത് പാർക്കിങ്ങിൽ തിരിച്ചു വന്നു. അപ്പം വണ്ടി തിരിച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാം. ഫുഡും കഴിച്ച് ഇനി നാളെ കഴിക്കാതെ കിടന്ന് ഉറങ്ങിയേക്കാന്നാണ്. കഴിച്ചാൽ നമ്മുടെ തമിഴ്നാട് വണ്ടിയിലെ അണ്ണൻ അവിടെ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞോണ്ടിരിക്കുന്നു. ആ അതെ, ഇന്നലത്തെക്കാട്ടി കൂടുതലാണ് ഇപ്പം. ഇന്ന് തന്നെയാണ് ഇന്നേ ടെമ്പറേച്ചർ 2 ആവും. അപ്പം നമുക്ക് ഇച്ചിരി ഹീറ്ററൊക്കെ ഇട്ട് കിടന്നുറങ്ങാം. അവരൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഇതേലെ ഹീറ്റർ ഉള്ളതുകൊണ്ട് ഹീറ്ററും കമ്പിളിയും എല്ലാം ഉണ്ട്. അതെ. അപ്പോഴേ പാത്രമൊക്കെ എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒരാൾ ഇറങ്ങി കോയ വെച്ചോ. മെയിൻ ഡ്രൈവർ തണുപ്പ് കാരണം വണ്ടി അതിന് ചുരുണ്ട് കൂടി ഇരിക്കുക ഇറങ്ങാതെ. അന്ന് പറഞ്ഞ എന്നാ തണുപ്പാ അതിന്. ഞാനല്ലേ ഇന്നലെയൊക്കെ പകലൊക്കെ ഇരുന്ന് തണുപ്പ്. ഇന്നേ ഉള്ളൂ ഫുഡ് വെക്കാത്തത്. അധികം രാവിലെ ഫുഡ് വെച്ചു. സമ്മതിച്ചു. ആ, ഇനി ചൂടുവെള്ളമൊന്നും തിളപ്പിക്കണ്ടല്ലോ കൈ കഴുകാനൊന്നും. ഉള്ള പച്ചവെള്ളത്തിലേ കഴുകാം. വണ്ടിക്കകത്ത് ചൂടായതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. പാത്രമൊക്കെ എടുത്തു. ആ, ഫുള്ള് മഞ്ഞിറങ്ങി. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റിയല്ല. നമ്മുടെ അപ്പുറം ഒരു തമിഴ്നാട് വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്നു. ഫുള്ള് മഞ്ഞായി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രയും മഞ്ഞില്ലായിരുന്നു. ഇപ്പം ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം കഴിയണം ഒന്ന് ചൂടായി വരണേ. ചൂടായി ഹീറ്ററൊക്കെ വന്നിട്ട് ക്യാബിനൊന്ന് ചൂടാക്കിയിട്ട് വേണം കിടക്കാൻ. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്കിനി എന്നാൽ ദാൽ ഫ്രൈയും റൊട്ടിയൊക്കെ കഴിച്ചിട്ട് കിടക്കാം. നാളെ ലോഡ് കയറ്റുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോഴേ വീണ്ടും നേരം വെളുത്തു. പതിവ് പോലെ തന്നെ പല്ലൊക്കെ തേച്ച്
എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ മഞ്ഞും കൊണ്ടിരിക്കാം. രാവിലെ ചെമ്മരിയാടിനെ എല്ലാം തീറ്റാൻ കൊണ്ടോ, നോക്കി എത്ര എണ്ണമുണ്ടോ? ഇതിൻ്റെ ഒന്നും രോമം വെട്ടാത്തതാന്ന് തോന്നുന്നു അല്ലേ? ആ അതെ, നിറച്ച് രോമമുണ്ട്. ഈ സമയത്ത് വെട്ടുകലായിരിക്കും, എന്നാ പറയാ തണുപ്പല്ലേ? ആ ഇത് കഴിഞ്ഞേ വിട്ടുള്ളായിരിക്കും അതാ. ഇതിന്റെ മുഖത്തിനും ഒരു കളറുവേ, ആ ശരീരത്തിനും വേറൊരു കളറുമായിട്ട്. പേപ്പറൊക്കെ ആണല്ലോ തിന്നുന്നത്. പക്ഷെ ഇവിടെ കൃഷിസ്ഥലത്ത് ഇഷ്ടംപോലെ കച്ചി ഇതും പുല്ലും എല്ലാം ഉണ്ടല്ലോ, ഇവർ കൊണ്ടുപോകുന്നതാണല്ലോ ആ വീടുകളിലേക്ക്. ഇന്ന് നമ്മൾ ലോഡ് ഇറക്കിയിട്ട് മഹത്തായ 6ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഇന്നും ലോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും തിരിച്ചു പോവാ. അങ്ങനെ 5 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ 6ാമത്തെ ദിവസം നമുക്ക് ലോഡ് കയറ്റാനായിട്ട് പോകാം. അപ്പോൾ അതെ, ഇവിടെ 1-2 വണ്ടി അവിടെ കിടപ്പുണ്ട്, ഒരു വണ്ടിയും കൂടെ ഇപ്പോൾ വന്നിട്ടുമുണ്ട്, തമിഴ്നാട് വണ്ടി. അപ്പോൾ ഇനി പോയേക്കാം, സമയം കളയാം നമുക്ക്. പോയേക്കാം. ഇനി അവിടെ ചെന്നിട്ടേ ട്രേ കയറ്റിക്കൊണ്ട് ആ പോകണം. അതെ അതെ, എന്നിട്ട് കമ്പനിയിലോട്ട് ചെന്നിട്ട് അതിനകത്ത് നിറച്ച് വേണം കയറ്റാൻ. എന്നാണെങ്കിലും ഇന്നും പാതിരാത്രി ആവാനാ സാധ്യത. അണ്ണനൊക്കെ ഇതേ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അമൃത്സറിൽ ഇറക്കിയിട്ട് വന്നാൽ അവിടെ ഭയങ്കര മഞ്ഞാന്നാ പറഞ്ഞത്. ആ ഹാ ഹാ, ഒന്നും കാണത്തില്ല, ഭയങ്കര തണുപ്പ്. ഇതുണ്ടോ വണ്ടിയിലെല്ലാം വേസ്പോട് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്, വരാതിരിക്കാനായിട്ട്. കാറ്റ് കയറാതിരിക്കാൻ. ഊരെങ്കയാണ് നമുക്ക് രാമേശ്വരം. രാമേശ്വരം. ആ ഹാ, രാമേശ്വരத்துக்கு മുன்னாடி. സമയം 1 മണി ആറായല്ലേ? ആ ഇന്ന് ഇനി ഇവിടുന്ന് ട്രെയിൻ കയറ്റി അവിടെ പോയി ഇത് രാത്രിക്ക് എല്ലാം കയറ്റുമ്പോൾ നേരം വെളുക്കാറാവും. ആ സമയത്തൊക്കെ കയറിക്കിട്ട് വരുന്നില്ലേ, കയറ് കെട്ടാനൊക്കെ ഒരു സുഖം കിട്ടിയാൽ. അതെ അതെ, ഇനി തണുപ്പത്ത് കൈയെല്ലാം പൊട്ടും. ഓ എത്ര ദിവസമായി, എന്നാ തണുപ്പായിരുന്നു അല്ലേ? ആ അണ്ണം പറഞ്ഞ കേട്ടോ, ഇപ്പൊ വന്ന അണ്ണം പറഞ്ഞ കേട്ടോ, ഇവിടെ തണുപ്പ് കുറവുണ്ട്. ആണോ? അമൃത്സറിൽ നിന്ന് ഇറക്കിയിട്ട് വന്നിട്ട് ഭയങ്കര മഞ്ഞും തണുപ്പുമായിരുന്നു. ഇതിവിടെ കുറവുണ്ടെന്നാ പുള്ളി പറഞ്ഞേ. രാത്രിയിലൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ, മഞ്ഞായോണ്ടേ? അതെ അതെ, ഓടിക്കാൻ ഭയങ്കര പാടാ, കാണത്തില്ല അടുത്ത് നിൽക്കുന്ന ആളെ പോലും. അതുമല്ല അവിടെ എല്ലാവരും പഞ്ചാബ് ഇവിടുത്തെക്കാട്ടി കൂടുതൽ തണുപ്പാ. പിന്നെ ഇന്ന് ഇവിടെ വെയിലുണ്ട്. വെയിലുണ്ടെങ്കിൽ ഇന്നലെ ഇച്ചിരി വെയിൽ കണ്ടു, അതുകൊണ്ട് രാത്രി ഭയങ്കര തണുപ്പായിരുന്നു, ഇന്നലെ മഞ്ഞുമായിരുന്നു. അതെ അതെ, പക്ഷെ ഇന്നലെ ഇന്നും അല്ലേ സൂര്യൻ തെളിഞ്ഞുള്ളൂ, അല്ലാതെ വെയിലേ ഇല്ലായിരുന്നു. ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നിട്ട് ഒത്തിരി ദിവസം കൂടിയാ വണ്ടി ഓടിക്കുന്നതല്ലേ. ചുമ്മാ ഇരുന്നിരുന്നു അടുത്ത്. ഗംഗാനറിൽ വരാനുള്ള കൊതി തീർന്നല്ലേ. ഇനി തണുപ്പുള്ളപ്പോ വരുന്നില്ല, പക്ഷെ ചൂടത്ത് വന്നാൽ ഇതിലും കഷ്ടമാ. തണുപ്പുള്ളപ്പം പതിച്ചു കൂടി കിടന്ന് ഉറങ്ങുമെങ്കിലും ചെയ്യാം. ഇതേ നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് തണുപ്പും മഞ്ഞും ഭയങ്കര ഇഷ്ടമായിരുന്നു. 5-6 ദിവസം ഇവിടെ കിടന്നുണ്ടല്ലോ, മടുത്തു, കൊതി തീർന്ന്. അതൊക്കെ കുറച്ച് ദിവസത്തേനേ ഉള്ളു, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും തോന്നും നല്ലതെന്ന്, പിന്നെ പോണമെന്ന് തോന്നും. മനസ്സ് ചഞ്ചലമാന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ എവിടെയായാലും ആയിരിക്കുവേ, നമ്മൾ ഇന്നലെ വന്ന അധികം ദൂരം ഇല്ല. അവർ വിളിക്കുന്നുണ്ട്, നോക്കിപ്പോണം. അപ്പോൾ അത് നമ്മുടെ ലോഡ് കയറ്റി വിടുന്ന പാർട്ടിയുടെ വണ്ടിയാണ് അത്. അപ്പോൾ അവരുടെ പുറകെ പൊക്കും. കിസാൻ ക്രൈറ്റ്സ് അങ്ങോട്ട് പോട്ടെ. അതല്ലേ അത് തൊട്ട് ഇപ്പോൾ കയറ്റിയിടണമെന്ന് ചോദിച്ചാൽ മതി. വേണ്ട, റിവേഴ്സ് ഫ്രണ്ട് പോയിട്ട് റിവേഴ്സ് പറഞ്ഞായിരിക്കും. പോയിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് റിവേഴ്സ് പിടിച്ചു. റിവേഴ്സ് ആ ഗേറ്റിനകത്തോട്ട് കയറ്റി പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രേ കയറ്റുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രേ കയറ്റിക്കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ട്രേ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, നോക്കിയാലോ. അപ്പോൾ അത് ട്രേ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് അതേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അത് ഹീറ്റാവും, എന്നിട്ട് അപ്പുറത്തൂടെ ട്രേ ആയിട്ട് വരുവാ ചെയ്യുന്നത്. ഒരു ട്രേ ഉണ്ടാക്കാൻ 1 മിനിറ്റ്. അതെ, ഇതിന് ചൂടുണ്ട് കേട്ടോ. ചൂട് ട്രേ അല്ലേ? അതെ, ചൂട് ട്രേ. ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഉണ്ട്. റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്, അല്ലാതെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ളതും ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാന്ന് തോന്നുന്നു. എന്ത് പെട്ടെന്ന് ട്രേ ആവുന്നതെന്ന് നോക്കിയല്ലേ. അതെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ട്രേ ഉണ്ടാക്കുന്നത് കണ്ടു. അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് നിൽക്കുമല്ലോ, പ്ലാസ്റ്റിക് ഇങ്ങനെ പൊങ്ങി അത് ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കാനുള്ള സാധനം, മെറ്റീരിയൽ ഇതാ. ഇതുകൊണ്ട് ഇത് മുഴുവനും പഴയ ട്രേ എല്ലാം കൊണ്ട് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി റീസൈക്കിൾ ചെയ്യണം. അപ്പോൾ ഈ പഴയ ട്രേ എല്ലാം കൂടെ ഇതിനകത്തിട്ട് പൊടിക്കും. ഇതിനകത്തിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തിട്ട് അത് അതിൻ്റെ പൊടി ഇതുമെല്ലാം മാറ്റും. അത് മാറ്റിയിട്ട് പിന്നെ മണ്ണും പൊടിയെല്ലാം മാറ്റും, തിരിച്ചെടുക്കും. ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതിനകത്ത് വാഷിംഗ് യൂണിറ്റിലേക്ക് കൊണ്ട് അവിടെ കഴുകും. കഴുകി ഡ്രൈ ആക്കി എടുക്കും. ഇത് പഴയ ട്രേ പൊടിച്ച് വെച്ചേക്കുന്ന ഇതെല്ലാം. അപ്പോൾ അപ്പുറത്ത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഈ മെഷീനിലേക്ക് ഇട്ട് പൊടിച്ച് വരും. ഇതുണ്ടോ, പൊടിയായിട്ട് വരും ഇത്.
ആ പൊടിച്ച സാധനമാണ് അതിനകത്തേക്ക് ഇട്ട് ചൂടായിട്ട് ട്രേ ആയിട്ട് വരുന്നത്. അത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. അത് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് ഇത് ഇവിടെയാണ് സാധനം. ഇത് ചൂടാക്കുന്നത് ഇത് ഫസ്റ്റ് ക്വാളിറ്റിക്കുള്ളതാണ്. അതെങ്ങനെയുണ്ട്? ഇതിന് ചെറിയ ചൂടൊക്കെ ഉണ്ട്, പല കളറും. ഇപ്പോൾ കണ്ട സാധനം ഇതുകൊണ്ട് ഇതിനകത്ത് എല്ലാ തരം പ്ലാസ്റ്റിക്കും ഉണ്ട്. ഈ റീസൈക്കിൾ ചെയ്തതിൻ്റെ കൂടെ എല്ലാം ഈ സാധനം ചേർക്കുമ്പോഴാണ് ഈ ഓരോ ക്വാളിറ്റിയുള്ള ട്രേകൾ ഉണ്ടാകുന്നത്. 4-5 ടൈപ്പ് ഉണ്ട്. ഇത് നല്ലപോലെ ചേർക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി, ബലം കൂടുതൽ കിട്ടും. അങ്ങനെ അതിനനുസരിച്ചാണ് ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിക്ക് വില കൂടുതൽ, പിന്നെ താഴോട്ട് വില കുറഞ്ഞു വരും. നമുക്കുള്ള ട്രേ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഇത് ഒറ്റ പ്രാവശ്യം യൂസിനേ ഉള്ളതുള്ളൂ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പായത്. വില അങ്ങനെ തന്നെയാണ്, കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വിലയായിരിക്കും മറ്റേ നമ്മൾ കയറ്റി വെക്കുന്ന ട്രേയുടെ വില. അതങ്ങനെയാണല്ലോ, ക്വാളിറ്റി കൂടിയതിന് വില കൂടുതലും ക്വാളിറ്റി കുറഞ്ഞതിന് വില കുറവാണല്ലോ. ഈ ട്രേ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഇത് മുഴുവൻ ഇരിക്കുന്നത്, ഈ ചാക്കിനകത്ത് നിറച്ച് ഇരിക്കുന്ന എല്ലാം. നമ്മുടെ ട്രേ ഒക്കെ കയറ്റി തീരാറായി. ഇനിയിപ്പോൾ കയറിട്ട് കെട്ടിക്കൊണ്ട് വേണം പോകാൻ. അപ്പം നമ്മുടെ പുതിയ കയർ ഉദ്ഘാടനം അല്ലേ? കയറ് നല്ല കയറാ കേട്ടോ, എലാസ്റ്റിക് പോലെ. വലിക്കാനേ എളുപ്പമില്ലേ? അതെ, ഇതുണ്ടോ? അത് മതി. അപ്പോൾ നമ്മുടെ ട്രേ ഒക്കെ കയറ്റി കഴിഞ്ഞു. എന്നാ ഡോറൊക്കെ അടച്ചോ? ഡോറടച്ചേക്കാം. അപ്പം ബില്ലൊക്കെ കിട്ടിയില്ലേ? ഇതുണ്ടോ ഒരു വണ്ടിയൊക്കെ കയറ്റി അയക്കുന്ന ലോഡ് എല്ലാം കോട്ടനാണെന്ന് തോന്നുന്നു, പഞ്ഞിയാണ്. ഇതേണ്ട ലൈറ്റ് ലോഡല്ലേ? ഇത് ലൈറ്റ് ലോഡാ. ഇതും കൊണ്ടങ്ങ് പോയാലോ നാട്ടിലോട്ട്? വാടക കിട്ടുമോ ട്രെയിൻ കൊണ്ട് പോയാ? പിന്നെ വാടക കിട്ടും. ഇന്ന് ഏതൊക്കെയാലേ നല്ല വെയില, അതിനൂടെ കൂട്ടി രാത്രി നല്ല തണുപ്പായിരിക്കും മിക്കവാറും. ഇന്നലെ അങ്ങനെ ആയിരുന്നു, ശക്തിയായ വെയിലില്ലായിരുന്നു. പക്ഷെ കുറച്ച് വെയിൽ തെളിഞ്ഞതിൻ്റെ അതിനെ എന്നാ പറഞ്ഞ അതിൻ്റെ കേട് തീർക്കുന്ന തണുപ്പായിരുന്നു. ഇവിടുന്ന് റൈറ്റിലേക്ക് വിട്ടു. നമ്മളിനി ഇവിടുന്ന് ഒരു പ്ലാന്റിലേക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്ന് ഈ ട്രേ എടുത്ത് ഇതിനകത്ത് പാക്ക് ചെയ്യണം. ഓറഞ്ച് പാക്ക് ചെയ്ത് വേണം ലോഡ് കയറ്റാൻ. ഇവിടെയൊക്കെ ഇതൊക്കെ പ്ലാന്റ് കേട്ടോ, അവിടെയൊക്കെ ലോഡ് കയറുന്നുണ്ട്. നോക്കുമ്പോൾ ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട്. തോട്ടത്തിലോട്ട് നോക്കി ഇഷ്ടംപോലെ കിന്നും നിൽപ്പുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എത്ര ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ നടക്കത്തുള്ളൂ. വഴിപണി നടക്കുക ഇവിടെ എല്ലാം. ഇതുണ്ടോ ട്രാക്ടറിൻ്റെ ട്രെയിലറിൻ്റെ വീൽ ബെയറിങ് പോയിട്ട് വീൽ ഉരിപ്പോയി. ബെയറിങ് ഒന്നും ഇല്ലല്ലോ, അരഞ്ഞു പോയി. നമ്മുടെ ലോഡ് കയറ്റി വിടുന്ന ആളുടെ വണ്ടിയാണ് മുന്നേ പോകുന്നത്. അവർ രണ്ടുപേരും കോഴിക്കോടുകാരാണ്. ഒരു വണ്ടിയിലുണ്ട് പ്ലാന്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വഴി അറിയത്തില്ലാതുകൊണ്ട് അവർ മുന്നേ പോരുക. എന്നിട്ട് ലോഡ് അവർ അവിടുന്ന് കയറ്റി വിടും. എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്കിയേ. ആ വണ്ടി ഇതേ മഹേന്ദ്ര 225 DI എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓണറ്റൊക്കെ ഉണ്ട് ഇതിന്. ഇതുണ്ടല്ലോ, ഇതിനൊന്നും ഒന്നുമില്ല. നമുക്കിപ്പം ഈ ലെഫ്റ്റിലാണ് പോകേണ്ട. രാജസ്ഥാൻ ബോർഡർ 18 കിലോമീറ്റർ. 2 സൈഡും കൃഷി സ്ഥലങ്ങളാണ്. ഇത് ഗോതമ്പാന്ന് തോന്നുന്നു. അത് ഗോതമ്പാന്ന് തോന്നുന്നു. അപ്പുറത്ത് ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. ഇത് ഗ്രാമത്തിനകത്തൂടാണോ പോകുന്നത്? അതെ അതെ, പഞ്ചാബി ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. 2 സൈഡും വീടുകളാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെറിയ ഓറഞ്ചുകളാണ്. അതൊക്കെ പുതിയ തൈ വെച്ചേക്കുന്നത്, കായ്ക്കാൻ തുടങ്ങിയതൊന്നും അല്ല. ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞ ഈ ഓറഞ്ച് ചെടികളെല്ലാം ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്, എല്ലാം ചെറുതാണ്. അതായത് 4-5 ദിവസം കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി തണുപ്പിനകത്ത്. ഇനി ഉറങ്ങണ്ട, ഇന്നൊന്നും ഉറക്കം നടക്കില്ല കേട്ടോ. കണ്ടോ വെയിൽ തെളിഞ്ഞിട്ടും ആ പാടത്ത് കണ്ടോ മഞ്ഞ് നിൽക്കുന്നുണ്ടോ? കടുക് പൂത്ത് നിൽക്കുന്ന മാത്രം ഒരു കളർഫുള്ളുള്ളൂ, ബാക്കിയെല്ലാം ഒരു കളറില്ല. കണ്ടോ ഈ ഓറഞ്ച് തോട്ടത്തിനകത്തും കടുക് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൂത്ത് നിൽക്കുന്നുണ്ടോ? അതെ, ഇത് ഗോതമ്പും അതെ ഓറഞ്ച് തൈയുമാണ് നിൽക്കുന്നത്. ഇപ്പം കണ്ടതേ ഗോതമ്പാണോ പുല്ലാണോ എന്ന് അറിയത്തില്ല കേട്ടോ. രണ്ടും കണ്ടാ പെട്ടെന്ന് ഒരുപോലെ ആ, ചിലപ്പം പിന്നെ പശുവിന് കൊടുക്കാൻ പറ്റുള്ള തീറ്റിപ്പുല്ലാണോ എന്ന് പറയാൻ പറ്റില്ല. ദേശാടന പക്ഷിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? അതേന്ന് തോന്നുന്നു. കൊണ്ട് നോക്കിയാ മരം നിന്നിട്ടേ ഒരു തുരങ്കത്തിൽ കൂടെ പോകുന്ന പോലെ അങ്ങ് നോക്കുമ്പോ. ഓക്കെ, ഒരു ടണലിൽ കൂടെ പോകുന്ന പോലല്ലേ അങ്ങ് വരെ നോക്കിയാൽ 2 സൈഡും മരങ്ങൾ നിന്നിട്ടേ. ഇതുണ്ട്, ഇത് വേറെ ഏതോ മരം കേട്ടോ, നമ്മളിപ്പോൾ അവിടെ കണ്ട പോലുള്ള മരം അല്ല. അപ്പോഴേ സൈഡ് കൊടുക്കാൻ നമ്മുടെ വണ്ടി താമസിച്ചുകൊണ്ട് വണ്ടി കൊണ്ട് വേലങ്ങി നിർത്തിയേക്കാം. ആ, അവൻ്റെ 2 നമ്പർ മാല എന്നത് വണ്ടിയല്ലേ.
പിന്നെ ഡോർ നമ്പർ മാലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇടയില്ലാത്തടത്ത് എങ്ങനെ ഇറക്കി ഒരു വണ്ടി പോകാനുള്ള ഇടയില്ല. അന്നേരം ഇറക്കി അല്ല സൈഡ് ഒതുക്കി കൊടുത്താ സൈഡ് ഇറക്കി നമ്മൾ നിർത്തി കൊടുത്താ പറ്റിയപ്പോ. അല്ല അവൻ പറഞ്ഞ കേട്ടില്ലേ, അവന്റെ ഡോർ നമ്പർ മാല വണ്ടിയാല് എന്ന് വെച്ചാൽ ബില്ലില്ലാത്ത ബ്ലാക്ക് സാധനമാണ് വണ്ടിയാല്. അപ്പൊ പിടിച്ചാ നീ പൈസ കൊടുക്കുമെന്ന്. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ ഒന്ന് പിടിപ്പിക്കായിരുന്നു. പോന്ന പോക്കുണ്ടോ? അതുണ്ടോ? നോക്കി അതുണ്ടല്ലേ പോന്നേ. വലുത് ആ സൈഡിൽ നിന്ന് ഇച്ചിരി ഇറക്കിക്കോ, ഒത്തിരി ഇറക്കരുത്. അല്ല വേറെ വഴിക്ക് പോകണമെന്ന്, ഈ വഴിക്ക് വരാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? പുള്ളിക്കാരൻ എഴുതി കൊടുത്തേക്കുന്ന റോഡാണോ? അതെ അതെ അതെ. അവൻ നോക്കുമ്പോഴേ അവൻ ഇവിടെ ഉള്ളവനും നമ്മൾ വെളിയിൽ നിന്ന് വന്നിട്ട് സൈഡ് ചോദിക്കുമ്പോൾ കൊടുത്തില്ല. ഏതാ ഗ്രാമപ്രദേശമല്ലേ, ഇടയുണ്ടോ ഇല്ല എന്നൊന്നും ഇതിനകത്തൊരു കാര്യമല്ലെന്നേ. അതെ, ഹൈവേയിലാണെങ്കിൽ അവനൊരു കുഴപ്പമില്ല. അല്ല അതിലെ ഏറ്റവും വലിയ തമാശ എന്നാന്ന് ചോദിച്ചാലേ, അവൻ്റെ വണ്ടിയിൽ ഡോർ നമ്പർ മാലാണ്. ഏതാ ബ്ലാക്ക് സാധനം വണ്ടിയിലിരിക്കുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ നീ പൈസ കൊടുക്കുവോ? എങ്ങനെ ബ്ലാക്ക് സാധനം എഴുതി ബോർഡ് ഒട്ടിച്ചോണ്ട് പോകാൻ പറയായിരുന്നു. അല്ല ആ പിക്കപ്പ് ഓടിച്ചോണ്ടിരുന്ന പയ്യനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് അധികം നാളൊന്നും ആയിട്ടില്ല വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും. ഏതാ നമുക്ക് ക്ഷമിച്ചേക്കാം. അതെ, അവൻ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിനെക്കാട്ടി പവറിലാണ് വരുന്നത്. അവനിപ്പോൾ ഇതിലെ ബ്ലാക്കും കയറ്റി വെച്ച് ബ്ലാക്ക് ലോഡും കയറ്റി വെച്ച് പോകുന്ന ഏതാണ്ട് വലിയ സംഭവമാണ് അവൻ ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ല, അവനെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല, അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം അവൻ എഴുതി കൊടുത്തേക്കുന്നതാണ്. ഇതിപ്പം കോട്ടൂരി കളയണ വണ്ടി എവിടെയെല്ലാം നിർത്തണമെന്നാ ഞാനോർത്ത് ഇപ്പൊ അങ്ങല്ലോ. ഇത് ആവി എടുത്തിട്ട് വയ്യുന്നു. AC ഇടണം, AC ഇടണം ഈ തണുപ്പത്ത് വന്നിട്ട്. ഇത് നമ്മൾ വീണ്ടും അടുത്തൊരു ഗ്രാമത്തിൽ വന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ഫുള്ള് റൈറ്റ് ചേർന്ന് തിരിയണം കേട്ടോ. ആ വഴി ചെറുതാ. ഇതെവിടുത്തെ മന്ദിര. എല്ലാ വീടുകളെ തേച്ചിട്ട് പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല കേട്ടോ. ചിലയിടത്ത് മാത്രമേ പെയിൻറ്റിങ് ഉള്ളൂ. ബാക്കി ആ സിമെൻ്റ് അത് തേച്ച് അതേപടി തന്നെ നിൽക്കുക. മതിലും ബിൽഡിങ്ങുകളും എല്ലാം ഇതുണ്ടോ, പരുത്തിയുടെ തണ്ടക്കും ഇലയൊക്കെ. അത് പശുവിന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. ശരിക്കും ഇവിടെ മൊത്തം ഈ ജുഹാഡില്ലാതൊരു ജീവിതം ഇല്ല പറയുകയാണല്ലേ. ഒരു പിക്കപ്പുകളൊക്കെ വളരെ കുറവാണ്. ഇതുണ്ടോ എന്ത് വണ്ടികളാണ് ഇതല്ല, ഈ ലോഡുകളെല്ലാം കൊണ്ടുവരും എല്ലാം ചെയ്യുന്നു. ഒന്ന് അല്ല അതല്ല, വേറെ ഒന്നും വേണ്ടല്ലോ. ടാക്സ് ഇൻഷുറൻസ് ഒന്നും വേണ്ടല്ലോ. എന്നാ സാധനം വേണമെങ്കിലും കയറ്റുകയും ചെയ്യാം. അതെ, അതിലെല്ലാം ഒരു ഇതല്ലേ, ടാക്സ് ഇൻഷുറൻസ് ഒന്നും വേണ്ട. ഈ ഓൺലൈൻ ഫൈൻ വരുമെന്ന് പേടിക്കണ്ട. നമ്മളൊക്കെ ഓൺലൈൻ ഫൈൻ എന്തേരെയാണ് വരുന്നത് വണ്ടികൾക്ക്? ചുമ്മാ പോലീസുകാർ നിന്ന് ഫോട്ടോ എടുത്ത് അന്നേരം ഇട്ട് വിടുകയല്ലേ. ഒന്നെങ്കിൽ ലൈൻ മാറി ഓടിച്ചു, ഇല്ലെങ്കിൽ സ്പീഡ് കൂടി, പല പല കാരണങ്ങൾ, ഒത്തിരി കാരണങ്ങൾ. ഇനിയിപ്പോൾ അത് ശരിയാണെങ്കിലും ഇല്ലെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് അങ്ങ് ഇട്ടേക്കല്ലേ. നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. അതെ, വേബ്രിഡ്ജൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി തൂക്കിയിട്ട് വേണം. ഇതാ തൂക്കാൻ പറ്റുമോ? നീളം കുറവാന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. ചെറിയ വേബ്രിഡ്ജ് വരുന്നത്. ഞാനത് കാര്യം മറന്നുപോയായിരുന്നു. ക്രേറ്റ് ആദ്യം ഇറക്കണ്ടേ, ഇറക്കിയിട്ടല്ലേ തൂക്കാൻ പറ്റത്തുള്ളൂ. ശരിയാ. ഇറക്കണം അത് ചോദിക്കാം. അപ്പം ട്രേ വെച്ച് തൂക്കുക. അപ്പോൾ എന്നാ വെച്ചാൽ അത്രയും ട്രേക്കിനകത്ത് നമുക്ക് ലോഡ് കൊണ്ടുപോകാനുള്ള ഓറഞ്ച് കയറ്റാനുള്ള. അപ്പോൾ അത് വെച്ച് തൂക്കിയോളാൻ പറയും. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് വന്നു. നമ്മൾ അപ്പുറത്തുനിന്ന് കയറ്റിക്കൊണ്ട് വന്ന ക്രേറ്റൊക്കെ ഇനി ഇവിടെ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഓറഞ്ച് പാക്ക് ചെയ്ത് കയറ്റണം. അപ്പോൾ വേഗം കയറൊക്കെ അയച്ചോ. ഇപ്പോൾ ചൂട് ചായ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ചായയും കൂടെ കുടിക്കണോ? കുടിച്ചോ. വേണ്ട, എനിക്കൊരു ചായ തന്നെ മുഴുവൻ വേണമെന്നില്ല. ചായ കുടിക്കാല്ല ഞാളായിരുന്നു. ഇപ്പം ഇവിടെ തണുപ്പടിച്ചടിച്ച് ചായ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ചുറ്റിനും ഇഷ്ടംപോലെ ഓറഞ്ച് നിൽപ്പുണ്ട്. നമുക്ക് ഒരെണ്ണം പറിച്ച് കഴിച്ച് നോക്കാം അല്ലേ. തണുപ്പായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്നൊക്കെ കുറേ ദിവസം ഉണ്ട്, 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തത്. പിന്നെ ഓറഞ്ച് ആയാലും ആപ്പിൾ ആയാലുമേ എന്ത് സാധനമാണെങ്കിലും പേരക്കയൊക്കെ എന്താണെങ്കിലും നമ്മൾ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചു നോക്കി അങ്ങനെ ഉണ്ടെന്ന്. തണുപ്പുണ്ടോന്ന് നോക്കി. തണുപ്പല്ലേ ഉള്ളൂ, വെയിലൊക്കെ പോകാൻ തുടങ്ങി. ഇത് നല്ല മധുരം ഉണ്ടാവും, നമ്മുടെ സാധാ ഓറഞ്ച് പോലെ. നമ്മൾ ലോഡ് കയറ്റുന്ന പ്ലാന്റിൻ്റെ തൊട്ട് തന്നെ ഓറഞ്ച് തോട്ടമാണ്. ഇവിടെ നമ്മുടെ വണ്ടി അതേ കിടക്കുന്നു. അപ്പം ഈ ഓറഞ്ചൊക്കെ പറിച്ച് ഇവിടെ നിന്നാൽ മതിയോ? ചോറും കറിയും വെക്കണ്ടേ? ചോറും കറിയും വെച്ചോ. ഇത് കാഴ്ചിങ്ങനെ കിടക്കുന്ന കാണാൻ എന്ത് രസമല്ലേ. അതെ അതെ. ഇന്ന് നമുക്ക് മീൻകറി വെക്കാം. നമ്മുടെ കോഴിക്കോട് ചേട്ടന്മാർ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മുഴുവൻ ഐസ് പിടിച്ചിരിക്കുക. ഇത് ഇറക്കുമതി ചെയ്യുന്ന ഫിഷാണ്, വെളിയിൽ നിന്ന് വരുന്ന ഫിഷാണ്. സായി ഫിഷ് അല്ലെങ്കിൽ ബാസ ഫിഷ് എന്നൊക്കെ പറയും. ഇതുണ്ടോ ഐസ് മാറിയപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതെ,
മുള്ളൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഇതിനകത്ത്. മുള്ളില്ലാതെ എടുത്ത. പിന്നെ മറ്റേ നമ്മുടെ ഉലുവായില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, മെത്തി ലീവ്സ്. അപ്പം അതിൻ്റെ ഒരു തോരൻ വെക്കണം, മീൻകറി വെക്കണം. ആകെ ഒരു കുഞ്ഞ് തേങ്ങയേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇനി മുളകിട്ട് മീൻകറി വെക്കണോ തേങ്ങ ഇട്ട് മീൻകറി വെക്കണോ എന്നൊക്കെ. ആദ്യം പൊട്ടിക്ക്. പോരാ, ഇടിക്ക് ശക്തിയില്ല കേട്ടോ. തേങ്ങ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറിയൊന്നും വെക്കുന്നില്ലല്ലോ. നല്ല മധുരം ഉണ്ടായിരുന്നു, ഇച്ചിരി വെള്ളം ഉള്ളായിരുന്നു. കോ ഡ്രൈവർ തേങ്ങ ചിരണ്ടി തരുമായിരുന്നു, ഉപകാരമായിരുന്നു. അല്ല, അത് ചെയ്യാൻ ആരാ പറഞ്ഞത്? അത് ഞാൻ ചെയ്തോളുമായിരുന്നല്ലോ. അത് സാരമില്ല, ഇതും കൂടെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മീനിൻ്റെ ഐസൊക്കെ പോയി വരുമ്പോഴത്തേനും നമുക്ക് ആദ്യമേ തോരനങ്ങ് വെച്ചേക്കാം. നമ്മുടെ മെത്തി ലീവ്സ് കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നേ ഉള്ളൂ. ഒരാളവിടെ തീ കത്തിച്ച് തീ കായുക. അപ്പുറത്ത് കത്തിക്കുന്ന ആ ചേട്ടനെ ഇവിടെ കൊണ്ട് തീയൊക്കെ ഇട്ടിട്ട് പോയി. ഞങ്ങളോട് പറഞ്ഞ് രാത്രി ഭയങ്കര തണുപ്പായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വേറെ വിറകൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ കച്ചിയെ ആകെ ഒരു ആശ്വാസമുള്ളൂ. കടുകൊക്കെ പൊട്ടി. ഇനിയും ഒരു 2 വെളുത്തുള്ളി അല്ലി ചതച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക്, 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഇല അരിഞ്ഞതും. അപ്പോൾ ആദ്യം സവോളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടെ അരിഞ്ഞിടാം. ഇഞ്ചിയല്ല, വെളുത്തുള്ളി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇലയിട്ട് തേങ്ങായും കൂടെ ഇട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ചാൽ മതി 2 മിനിറ്റ്. തോരനൊക്കെ കൂട്ടിയിട്ടേ ഒത്തിരി ദിവസമായില്ലേ ഇപ്പം. നീ ആ കച്ചിയെല്ലാം ഇപ്പോൾ ഇട്ട് കത്തിച്ച് തീർത്താൽ ഇച്ചിരി കഴിയുമ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ അന്നേരം കത്തിക്കാം. നമ്മുടെ പ്ലാന്റിൻ്റെ ഓണറാണത്. അത് പുള്ളിയുടെ അമ്മാനെന്നാ പറഞ്ഞ കേട്ടോ വന്നയാള്. ഇതല്ലേ മുമ്പേ ഒരാളൊന്ന് ചോദിച്ചായിരുന്നേ, തേങ്ങ എന്തിനാ ചിരണ്ടെന്ന്, ഇത് എന്തിനാന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ സബ്ജി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. മീൻകറി വെക്കും, ഇത് വെക്കും. ഭയങ്കര അത്ഭുതം തോന്നിട്ട്. തേങ്ങ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നല്ലേ. അതെ, ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ എണ്ണയ്ക്കകത്ത് നമ്മൾ കറി വെക്കുന്നതെന്നും പറഞ്ഞു. നമ്മുടെ ഉലുവായിലയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാസറോളിനകത്തോട്ട് എടുത്ത് വെച്ചേക്കാം. എന്നാലും കഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും മിക്കവാറും തണുത്ത് പോകും തോന്നുന്നു. കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് എന്നാണേലും. ഇതിപ്പോഴും ഐസെല്ലാം പോയി വന്നപ്പോൾ ശകലം ഉള്ളല്ലോ. അതെ അതെ. ആദ്യമേ ഞാൻ പുളിയൊക്കെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വെച്ചാൽ നമ്മുടെ കുടംപുളി. അപ്പം ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാതെ ഇത് അരയത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ തേങ്ങയൊക്കെ ഉറങ്ങിയിരിക്കുക. അപ്പം ഇത് തേങ്ങയും മുളക് പൊടിയും ശകലം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ. അപ്പം അതിനകത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തരയ്ക്കാം. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ അതേ അരപ്പൊക്കെ നമ്മുടെ മീൻകറി വെക്കുന്ന ചട്ടിക്കകത്തോട്ടിട്ട് പുളി ഇട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട്. അരപ്പിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൂടെ ഇട്ടിട്ട് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി മീൻ കഷ്ണം പെറുക്കിയിടാനായിട്ട്. അതെ, അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണമെല്ലാം അതിനകത്തോട്ടിടാം. അതെ, പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് അവിടെ വെച്ച് കീറി ഇടാൻ മറന്നുപോയി. തിളച്ചതുള്ളതുകൊണ്ട് സാരമില്ല. കൊള്ളാം. മീൻകറി വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് എണ്ണയും കൂടെ ചേർക്കാം, കടുകൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ മീൻകറിയുടെയൊക്കെ ചൂട് പോകുന്നതിന് ഇപ്പോൾ കഴിച്ചാൽ മതി. ഈ തീയുടെ അടുത്തൊന്ന് മാറാൻ തോന്നുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ചെറിയൊരു ആശ്വാസം. ചോറുണ്ടല്ലോ. ചോറുണ്ടാക്കാം. തീയൊക്കെ എന്ന് കാഞ്ഞാലേ. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ടേ, രാവിലെ കുളിക്കാൻ നേരം സ്കൂളിലൊക്കെ പോകാൻ നേരേ പറമ്പിൽ തോടിൻ്റെ സൈഡിൽ ഒരടുപ്പൊക്കെ കൂട്ടിയിട്ട് അവിടെ ഒരു ചെരുവത്തി വെള്ളമൊക്കെ വെച്ച് ഞങ്ങൾ കുറേ പേരുണ്ട്, അടുത്തുള്ള കൂട്ടുകാരെല്ലാവരും. നവംബർ ഡിസംബറിലൊക്കെ അന്നേരം തീയൊക്കെ കത്തിച്ച് വെള്ളം ചൂടാക്കി തോടിൻ്റെ സൈഡിലാന്ന് ഓർത്തോണ്ട് തോടിൻ്റെ സൈഡിൽ അടുപ്പൊക്കെ കൂട്ടിയിട്ട് അവിടെ വെള്ളം ചൂടാക്കി കുളിക്കുമായിരുന്നു. ചൂട് ചോറും മീൻകറിയൊക്കെ കഴിച്ചേക്കാം. നമ്മുടെ ചേട്ടന്മാർ ഇച്ചിരി കണക്കൊക്കെ എഴുതും. അവർ ശാലോടെ കഴിഞ്ഞിട്ട് അവരോടെന്ന് പറഞ്ഞു. ഞങ്ങൾ തുടക്കം ഇടാവേ. കഴിച്ചോ. വെറുതെ തണുത്ത് കളയണ്ട, തണുത്ത് പോകല്ലേ, പിന്നെ ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ആകുമ്പോൾ ഈ ചൂടൊക്കെ കാഞ്ഞിരുന്ന് നല്ലൊരു സുഖം ചൂട് ചോറുകൂടെ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്നേരത്തേനും അവരും വന്നു കേട്ടോ. അപ്പോൾ അവർ 2 പേരും പിന്നെ ഇവിടെയുള്ള 2 പേരും കൂടെ വന്നു. അപ്പോൾ നമ്മുടെ കേരള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഖാന ചായ എന്ന് പറഞ്ഞു. തണുത്ത് വിറച്ചിട്ട് വയ്യ, ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നലെ നമ്മൾ അവിടെ കിടന്നേക്കാട്ടി തണുപ്പാണ് ഇന്ന് പ്ലാന്റിൽ. ഇവിടെ എല്ലാം കൃഷി സ്ഥലങ്ങളല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ട്രേയൊക്കെ എടുത്ത് അവർ നിറയ്ക്കുന്നേ ഉള്ളൂ, ഓറഞ്ചൊക്കെ. ഇനിയിപ്പോൾ ഇന്ന് ഇറക്കിയാലും ആകത്തില്ല, നാളെ ഇനി ലോഡാകത്തുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ ഇനി നാളെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം.